അടൂർ പ്രകാശും ആന്റോ ആന്റണി എല്ലാം കൂടെ നിന്നിട്ടാണ് പാർലമെന്റിന്റെ മുന്നിൽ പോറ്റിയെ കയറ്റിയത് പാട്ട് പാടിയത് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഡെയിലി വീട്ടിൽ പോയ ആൾക്കാർ അല്ലേ, ഡെയിലി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയി നിത്യ സന്ദർശനായ അടൂർ പ്രകാശും ആന്റോ ആന്റണി അടക്കമുള്ള ആൾക്കാരാണ് ഈ പറഞ്ഞ പാർലമെന്റിന്റെ മുന്നിൽ നിന്നിട്ട് പോറ്റിയെ കയറ്റിയത് പാട്ട് പാടിയത്. അത് കയറ്റിയത് സഖാക്കളാണെന്നും പാടി. അപ്പം ഇവർക്ക് ഞാൻ പറഞ്ഞു, മനസ്സിലൊരു ചെറിയ ഇതുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കത്തില്ലേ? ചെറിയൊരു തരുമ്പ് ഈ മനസ്സിനകത്തുണ്ടെങ്കിൽ, ഓ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ വീട്ടിൽ പോയതാണ് എന്നുള്ളതെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് അതുണ്ടെങ്കിലും മാറിക്കില്ലേ? വീട്ടിൽ പോയി ഭക്ഷണവും കഴിച്ചു. അതാ പറയണേ. അല്ല, അതെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മാറിയിക്കില്ല. നന്നില്ലല്ലോ, കൂടെ നിന്നൊരു പാടി അല്ലേ, കൂടെ ഒന്ന് പാടി. അപ്പം അല്ലെങ്കിൽ കൂടെ കേരളത്തിൽ നിന്ന് 19 MP മാരുണ്ടല്ലോ, 19 MP മാർ UDF-കാരാണല്ലോ. എന്നാൽ കൂടെ നിൽക്കുന്നവരാണ് വേണം, അത് വേണ്ടടാ, കാരണം അത് ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്നുള്ള കൂടെയെങ്കിലും പറയണ്ടേ. അതുപോലെ പാടില്ല, നിന്ന് പാടിക്കൊടുത്തു. നിന്ന് പാടിയില്ലേ? ഇനി ആ പാട്ടിലുള്ള മറുപടി മുഴുവൻ പറയേണ്ടി വരും. ഇപ്പം എന്താ പറയുന്നറിയോ? അയ്യോ, ഒരു നോട്ടീസെങ്കിലും കിട്ടിയിട്ട് നിങ്ങൾ കുറ്റം പറഞ്ഞോളൂ. എന്തിനാ നോട്ടീസൊന്നും വേണ്ട, ധാർമ്മികതയാണല്ലോ ഇത്രയും നാളും പറഞ്ഞത്. കേരളത്തിലെ രാഷ്ട്രീയക്കാർ മുഴുവൻ പറഞ്ഞത് ധാർമ്മികതയുണ്ടെങ്കിൽ, ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിനെ കണ്ടു, എന്തിന് അവരുമായിട്ട് ബന്ധം സ്ഥാപിച്ചു? ഈ ധാർമ്മികത അടൂർ പ്രകാശും ആന്റോ ആന്റണിയും സോണിയാഗാന്ധിയും KC വേണുഗോപാലും പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിന് ധാർമ്മികത കാര്യം പൂർത്തിയാവും. LDF-ന്റെ ധാർമ്മികത ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. എന്ത്, പത്മകുമാറിനെ പുറത്താക്കാതെ നിങ്ങൾ എന്ത് ധാർമ്മികത പറഞ്ഞാലും കാര്യമില്ല എന്നുള്ളതാണ്.